നമസ്കാരം. ഫിഫ ലോകകപ്പ് കഴിഞ്ഞു. ലോകകപ്പ് സ്പെയിന് കിട്ടി, അർജൻറ്റീനയ്ക്ക് റണ്ണറപ്പും കിട്ടി. ഇനി എല്ലാവർക്കും അറിയോ എന്ന് എനിക്കറിയില്ല, ഈ ലോകകപ്പിൻ്റെ ശരിയായ വില എത്രയാണെന്ന് ആരെങ്കിലും ഊഹിച്ചിട്ടുണ്ടോ? കാരണം ഇത്രയെല്ലാം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ മത്സര ശേഷം വിജയിക്ക് കൊടുക്കുന്ന ഈ സ്വർണ്ണ കപ്പ്, അതിൻ്റെ വില, കോസ്റ്റ് എത്രയാണെന്ന് ആരെങ്കിലും ഊഹിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ പറയാം. അതിൻ്റെ യഥാർത്ഥ വില $20 മില്യൺ അതായത് 160 കോടി ഇന്ത്യൻ രൂപയാണ് അതിൻ്റെ ഏതാണ്ട് വില. ഈ കപ്പ് ഒരിക്കലും ഈ ജേതാക്കൾക്ക് കൊടുക്കാറില്ല. അതാണ് അതിൻ്റെ നഗ്നമായ സത്യം. ഈ കപ്പ് തൊടാൻ പോലും, അതായത് ആ സമ്മാനം, അതായത് ഫസ്റ്റ് ഫൈനൽ കഴിഞ്ഞ് വിജയിക്കുന്ന ആൾക്ക് വിജയിക്കുന്നതിന് മുന്നേ അതിലൊന്ന് തൊടാൻ പോലും അർഹതയില്ല. ഈ ലോകകപ്പ് ഒറിജിനൽ സ്വിറ്റ്സർലാൻഡിലാണ് ഇരിക്കുന്നത്, ഫിഫയുടെ ആസ്ഥാനത്ത്. അത് ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് തൊടാൻ, അവിടെ കാണാൻ മാത്രമേ വയ്ക്കുള്ളൂ. അത് തൊടാൻ അവകാശമുള്ളവർ, കഴിഞ്ഞ കപ്പ് നേടിയവർ, ആ കളിക്കാർക്ക് അത് വന്ന് തൊടാൻ, സ്പർശിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ രാഷ്ട്ര തലവന്മാർക്ക് അത് തൊടാനുള്ള അവകാശമുണ്ട്. പിന്നെ ഫിഫയുടെ ഒഫീഷ്യൽ ആൾക്കാർക്കും അതിൽ ടച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ പ്രസൻ്റ്ലി കളിക്കുന്ന എല്ലാ ടീമുകൾക്കും അതുപോയി ഒന്ന് തൊട്ടു നോക്കാൻ പോലും അവകാശമില്ല എന്നതാണ് സത്യം. പിന്നെ മത്സരം കഴിഞ്ഞ് ഫൈനലിൽ ഒന്നാം സമ്മാനം കിട്ടുന്ന ജേതാവിന് എന്ത് കപ്പാണ് കൊടുക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. ആ കപ്പ് റോൾഡ് ഗോൾഡ് ചെയ്ത ഒരു സാധാരണ കപ്പാണ് അവർക്ക് കൊടുക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ വില പിടിച്ച ഈ കപ്പ് കാണാൻ പോലും അവർക്ക് കിട്ടുകയില്ല. ഈ ലോകകപ്പ് ഇത്രയും കർശനമായ നിയമത്തിലേക്ക് എത്താൻ കാരണം അതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് 1970കളിൽ ലോകകപ്പ് അടുപ്പിച്ച് 3 പ്രാവശ്യം എടുത്താൽ ഈ കപ്പ് സ്വന്തമാക്കാമായിരുന്നു. ആ കപ്പിന് ഒരു പ്രത്യേക പേരും ഉണ്ടായിരുന്നു, ജൂൾസ് റിമെറ്റ് എന്നാണ് ആ കപ്പിൻ്റെ പേര്. ഈ ജൂൾസ് റിമെറ്റ് തുടർച്ചയായി കപ്പ് നേടുന്ന ടീമിന് അത് സ്വന്തമായി കൊടുത്തിരുന്നു. ആ കപ്പ് സ്വന്തമായി ഒരു രാജ്യം മാത്രമേ അത് കൊണ്ടുപോയിട്ടുള്ളൂ. 1970 ബ്രസീൽ ആദ്യമായിട്ട് ജയിക്കുന്നു. തുടർച്ചയായി 3 പ്രാവശ്യം അവരെ ജയിച്ചപ്പോൾ ആ ജൂൾസ് റിമെറ്റ് എന്ന കപ്പ് അവർ സ്വന്തമായി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ കപ്പ് കളവ് പോയി. ആരാണ് കൊണ്ടുപോയതെന്ന് ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. അതിന് ശേഷമാണ് ഫിഫ ഈ ഒരു തീരുമാനമെടുത്തത്. അതായത് ഈ കപ്പ് ഇനി ആർക്കും കൊടുക്കണ്ട, ഒറിജിനൽ കപ്പ്. ജയിച്ച ജേതാവിന് കൊടുക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കപ്പുകളാണ്. ഇനി ഈ ഒറിജിനൽ കപ്പ് എന്ന് പറഞ്ഞാൽ 6.142 കിലോഗ്രാം ആ സ്വർണ്ണമാണ് അതിൻ്റെ തൂക്കം. 18 ക്യാരറ്റ് ഗോൾഡാണ്. ആ കപ്പാണ് ഒറിജിനൽ കപ്പ്. ഈ കപ്പ് ജേതാവിന് ഒരിക്കലും കൊടുക്കാറില്ല. ജേതാവിന് സ്വപ്നം കാണാൻ മാത്രമേ യോഗ്യതയുള്ളൂ. കിട്ടുന്നത് സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് കപ്പുകളാണ്. ആ കപ്പിൽ ജേതാവിൻ്റെ പേര് എഴുതി വച്ചിരിക്കും, ഈ ഡ്യൂപ്ലിക്കേറ്റ് കപ്പിൽ. അപ്പോൾ ഈ ഒരു വസ്തുത ഈ ഫിഫ കപ്പിന് വേണ്ടി ഓടി നടക്കുന്ന പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം.
ഇതൊന്നും അറിയാതെ ഇവിടുത്തെ ഫുട്ബോൾ ഭ്രാന്ത് കയറിയിട്ട് നല്ലൊരു ഫുട്ബോൾ കളിക്കാരൻ പോലും ആവാൻ ശ്രമിക്കാതെ, പ്രത്യേകിച്ച് കേരളത്തിൽ എന്തൊരു ഫുട്ബോൾ ഭ്രാന്താണ്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തെരുവുകളിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഭ്രമം കയറിയ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലാണ്, കേരളത്തിൻ്റെ തെരുവുകളിലാണ്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം യാത്ര ചെയ്യുമ്പോൾ ഓരോ കവലകളിലും വ്യത്യസ്ത ടീമുകളുടെ ബാനറുകൾ, കളിക്കാരുടെ ചിത്രങ്ങൾ പതിച്ചുകൊണ്ട് പരസ്പരം പോരാടുന്ന കാഴ്ചകൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ പോരാട്ടത്തിൽ വലിയ തോതിലുള്ള കൂട്ടത്തല്ലുകൾ ഉണ്ടായിട്ടുണ്ട്, മത സ്പർദ്ധയുണ്ടായിട്ടുണ്ട്, പാർട്ടി തല്ലുകൂട്ടങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാം ഈ ഫുട്ബോൾ ടീമിൻ്റെ പേരിലായിരുന്നു. ഫുട്ബോൾ ഭ്രാന്ത് ഭയങ്കരമായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൽ നല്ലൊരു ഫുട്ബോൾ കളിക്കാരൻ ഉണ്ടാകുന്നില്ല എന്നതാണ് അവസ്ഥ. ബംഗ്ലാദേശിലെ സന്തോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ നടത്തുന്ന സന്തോഷ് ട്രോഫി ആലോചിക്കണം. ബംഗ്ലാദേശിലെ സന്തോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ നടത്തുന്ന സന്തോഷ് ട്രോഫി ഇപ്പോൾ കേരളത്തിന് കിട്ടാറേയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കേരളം പലപ്പോഴും സന്തോഷ് ട്രോഫി നേടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 1970-കളിൽ തുടങ്ങി 67-ൽ തുടങ്ങിയ ഈ സന്തോഷ് ട്രോഫി കേരളം ഒരു 4-5 പ്രാവശ്യം നേടിയിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് സന്തോഷ് ട്രോഫി പോലും കേരളത്തിന് കിട്ടുന്നില്ല, നല്ല കളിക്കാരുണ്ടാകുന്നില്ല. IM വിജയനും പാപ്പച്ചനും ഉണ്ടായി, അത് അവരുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടായതാണ്. അവരുടെ ക്വാളിറ്റി കൊണ്ട് പാവപ്പെട്ട വീട്ടിലെ ചുമട്ടുതൊഴിലാളികളിലേക്ക് മക്കളായി ജനിച്ച ഇവർ നല്ല ഒരു കളിക്കാരനാവേണ്ട ഭാവിയുള്ളവരായിരുന്നു. അവർക്ക് വേണ്ട തോതിൽ ഇവിടുത്തെ ഭരണകൂടം ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ അപായതയാണ് അവർ ഇന്ന് ആ നിലയിൽ ഒതുങ്ങിപ്പോയത്. അല്ലെങ്കിൽ അന്ന് ശരിയായൊരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ നല്ല കളിക്കാരാകുമായിരുന്നു. ഇപ്പോൾ സ്പെയിനിലെ ആ പേരുകേട്ട യാമിലിൻ്റെ മാരിയൊക്കെ വലിയൊരു കളിക്കാരനാകുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഭരണകൂടം രാഷ്ട്രീയം മാറി മാറി ഭരിക്കാൻ, വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള മത്സരം മാത്രമേ നടത്തിയുള്ളൂ. ഇത്തരത്തിലുള്ള കഴിവുള്ളവരെ ട്രെയിൻ ചെയ്ത് ഈ നാടിൻ്റെ ഒരു അസറ്റാക്കി മാറ്റുവാൻ ഇവിടുത്തെ ഒരു ഭരണകർത്താവും ശ്രമിച്ചില്ല, ഇപ്പോഴും ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ തെരുവുകളിൽ ഈ പോസ്റ്ററുകൾ ഒട്ടിച്ച ആ പോസ്റ്ററുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതൊന്നും എടുത്തു മാറ്റാതെ ആ പ്രാന്ത് മാത്രം കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു നല്ല രീതിയിൽ ഇപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ നല്ല കഴിവുള്ള കുട്ടികളെ നമുക്ക് കിട്ടും, ഫുട്ബോൾ കളിക്കാരെ. അവരെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുത്താൽ ഈ ലോകകപ്പിൽ നമുക്കും കളിക്കാൻ പറ്റും, ലോകകപ്പ് നമുക്കും നേടാൻ പറ്റും. പക്ഷേ അതിനുള്ള മാനസിക വളർച്ച ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് വേണം, അതിനുള്ള ആർജവം അവർ കാണിക്കണം. എന്നാലേ ഇവിടെ ഒരു നല്ല ഫുട്ബോൾ ടീമും നല്ല ഫുട്ബോൾ കളിക്കാരും ഉണ്ടാവുകയുള്ളൂ.